മോത്തി, ഈ പ്രദേശത്തെ ചില ആളുകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. രാവിലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ചുരൽമല ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ആളാണ്. എന്താ സംഭവിച്ചത്? നിങ്ങളിവിടെ ഫസ്റ്റ് ഒരു വട്ടം പൊട്ടിപ്പോയി. അപ്പോ വീടിനൊന്നും സംഭവിച്ചില്ല. കമലാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാനുള്ളൊരു ശ്രമമൊന്നും ഈ ഘട്ടത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. രക്ഷ ആവശ്യമായവർക്ക് അത് നൽകുക, എല്ലാ തരത്തിലും അത് ഏകോപിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ചെയ്യാനാവുക. അതിനുവേണ്ട നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ദുരന്ത നിവാരണ അതോറിറ്റിയുമായി മന്ത്രിമാരടക്കമുള്ളവർ സംസാരിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു കാര്യങ്ങൾ. തുടർന്ന് മന്ത്രിമാരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തും. ദുരന്ത ഭൂമിയിലേക്ക് എത്തുമ്പോഴാണ് അവിടുത്തെ സ്ഥിതി നേരിട്ട് മനസ്സിലാവുക, സ്ഥിരീകരണം ലഭിക്കുക. NDRFന്റെ സംഘം അവിടെ തന്നെ ഉണ്ട്. അവിടെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴും പല സ്ഥലങ്ങളിലായി മാറി നിന്ന് രക്ഷയ്ക്കായി കേഴുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവിടെ. നമ്മള് ഇപ്പൊ ഈ പുത്തുമലയിലെ ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 5 വർഷം ആവുന്നു. അതുമായിട്ട് ഇതിനെ ഒരു താരതമ്യം ഉണ്ടോ? പുത്തുമല നടന്നതിനെക്കാട്ടും വലിയ ദുരന്തമാണ് ഇത് നടക്കുന്നത്. ഇതിപ്പോ നിങ്ങളെ സ്ഥലത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്താ? അയൽക്കാരുടെയൊക്കെ സേഫാണ്. കുറച്ച് ആൾക്കാർ മിസ്സിംഗ് ആണ്. കുറച്ച് ആൾക്കാരെ കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ പോണ്. എന്താ പറയാ? നിങ്ങളെ പേര്? എന്റെ പേര് സതീഷ്. ഇവിടെ പഠിക്കുന്നൊരു സഹപാഠി ഉണ്ടായിരുന്നു, സതീദേവി. അവരുടെ കുടുംബം മിസ്സിംഗ് ആയെന്നാണ് പറഞ്ഞത്. സതീദേവി, അവരുടെ ഭർത്താവ് സുരേഷ്, അമ്മ അവരെ കാണുന്നില്ല. നമ്മുടെ സ്കൂളിന്റെ സൈഡിലുള്ള വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പലരുടെയും വിവരങ്ങൾ ലഭ്യമല്ല തുടങ്ങിയ ആശങ്കകളാണ് എല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ളത്. അവിടെ നിന്നും എന്താണ് നിങ്ങൾ ഈ സ്ഥലത്ത് താമസിക്കുന്ന അല്ല? നിങ്ങൾ രാവിലെ ഇവിടെ എത്തിയതാണോ? ഈ നമ്മളെ സ്കൂളിന്റെ മുന്നിൽ കൂടെ പോകുന്ന റോഡില്ലേ, അതിന്റെ സൈഡിൽ മുഴുവൻ വീടാണ്. അതിന്റെ സൈഡിൽ ഏറെക്കുറെ എല്ലാം വീടുകളാണ് വരുന്നത്. ഇത് നേരെ ഒരു 1.5-2 കിലോമീറ്ററോളം നല്ല വീടുകളുള്ള ഏരിയ. എന്താണ് നിങ്ങൾ ഈ സ്ഥലത്ത് താമസിക്കുന്ന അല്ല? നിങ്ങൾ രാവിലെ ഇവിടെ എത്തിയതാണ്? രാവിലെ എത്തിയ നമ്മൾ വന്നപ്പോൾ വീരാറിനൊക്കെ വന്നാണ്. വന്നവിടെ കണ്ടുപോകുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സംഭവം. അതിന് പ്രശ്നമില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും വളരെ മോശം അവസ്ഥയാണ് ചുരൽമലയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളത്. ആളുകളുടെ ആശങ്ക അവസാനിക്കുന്നില്ല. പലരെയും ഇപ്പോഴും കാണാത്ത അവസ്ഥയുണ്ട്, വിവരങ്ങൾ ലഭിക്കാത്ത അവസ്ഥയുണ്ട്.